നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണിത്. വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. അവസാനം രാധാകൃഷ്ണൻ ജയിച്ചു, അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. പക്ഷെ അദ്ദേഹം ഉപരാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ഒരുപാട് അന്തർനാടകങ്ങൾ നടന്നു. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നേരത്തെ വോട്ടധികാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ചർച്ച രാജ്യത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ മുന്നണി ഈ അട്ടിമറി നടത്താം, ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താമെന്ന് വിചാരിച്ചു. പക്ഷെ കേരളത്തിലെ ചാനലുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. അത് സാറ്റലൈറ്റ് ചാനലുകളുടെ ഒരു പ്രശ്നം. BJP വിരുദ്ധരാണ് മഹാഭൂരിപക്ഷം ചാനലും. അതൊരു വേറൊരു കഥ. അത് ആൻറ്റി ഇൻകംബൻസ് എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാം, ഒരു ഭരണവിരുദ്ധത എന്നുള്ള നിലയിൽ എടുക്കാം. നമുക്ക് ഇവിടെയും പിണറായി വിജയൻ എതിരാണല്ലോ, അങ്ങനെ എടുക്കാം. ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് ഞാൻ വിശകലനത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആഘോഷമായിരുന്നു, ആഘോഷ രാവായിരുന്നു. കഷ്ടകാലത്തിനെങ്ങാനും രാധാകൃഷ്ണൻ തോറ്റുപോയിരുന്നെങ്കിൽ പിന്നെ മോഡി രാജിവെക്കലല്ലാതെ വേറൊരു മാർഗവും മുന്നിലില്ലായിരുന്നു. മോഡി രാജിവെക്കുമ്പോൾ മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ എത്ര പേർ കാണും? അപ്പോൾ ഒരു കൂട്ടക്കുരുതി, ഒരു കൂട്ടക്കൊല കോൺഗ്രസ് BJPയിൽ നടക്കും എന്ന് സ്വപ്നം കണ്ട് പായസം വെച്ചവർ, സദ്യ നടത്തിയവർ എല്ലാം റെഡിയാക്കിയിട്ട് അമ്മാവന്മാർ, ഈ കാര്യം അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കല്യാണ ദിവസത്തിൻ്റെ അന്ന് വരാമെന്ന് പറഞ്ഞ് ചില അമ്മാവന്മാർ ടൂർ പോകും, എല്ലാം ഉറപ്പിച്ചു. അതുപോലെ നമ്മുടെ ചേട്ടൻ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയെന്ന് പറയുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങളിതെല്ലാം ഉറപ്പിച്ചു വെച്ച് കല്യാണ ദിവസത്തിന് മുമ്പേ നിങ്ങൾ പട്ടായയിൽ പോയി ശരിയായിരുന്നു, അതിന് ചോദിച്ച ആളിനെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ രസകരമായ ഒരുപാട് നാടകീയ രംഗങ്ങളുമൊക്കെ നടന്നു. പക്ഷെ അവസാനം വോട്ട് പെട്ടി തുറന്നപ്പോൾ പതിവിൽ കൂടുതൽ വോട്ടുകൾ വാങ്ങി, 13 വോട്ട് കൂടുതൽ വാങ്ങി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ തികച്ചും ഞെട്ടിയത് ഇന്ത്യ മുന്നണിയാണ്. ഇത് പണ്ടേ അറിയാമായിരുന്ന ഒരു കാര്യമാണ്. കാരണം പിന്നെ മുള്ളും മുരുക്കും മുന്താണിയും എന്നൊക്കെ പറയുന്ന പേരുകൾ പറയാറുണ്ട് പഴമക്കാർ. ഇവയെല്ലാം കൂടി ഒന്നിച്ച് പോകാറില്ല. ബീഫും തൈരും ഒന്നിച്ച് പോകില്ല എന്നാണ് പറയുന്നത്. അത് വിരുദ്ധാകാരമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു വശത്ത് കോൺഗ്രസ്, ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസ്, പിന്നെ CPM, പിന്നെ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റുകളിൽ ചെന്നാൽ ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ വരുമ്പോൾ അച്ചാമച്ചാ ചായ കുടിക്കും. അതേ ഫ്ലൈറ്റിൽ കയറി മറ്റൊരു ഫ്ലൈറ്റിൽ കയറി അവർ സ്റ്റേറ്റിലെത്തുമ്പോൾ തമ്മിലടിയാണ്. അങ്ങനെ തമ്മിലടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പരസ്പരം വിശ്വസിച്ച് വോട്ട് ചെയ്യുക? എല്ലാ വോട്ടും കൺസോൾട്ടേറ്റ് ചെയ്തെടുത്തതിന് ശേഷം KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ, AICCയുടെ ഭാഗമായിട്ടുള്ളവർ, കോൺഗ്രസിൻ്റെ ആളുകൾ, മറ്റെല്ലാ കക്ഷികളും പറഞ്ഞു, ഇതാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിലുള്ള അദ്ദേഹം വരികയാണ്. അതോടുകൂടി മോഡി രാജിവെക്കേണ്ടി വരും, രാജിക്കത്ത് വരെ തയ്യാറായിരിക്കുന്നു എന്നുള്ള നിലയിൽ വളരെ വ്യാപകമായി മെസ്സേജുകൾ പോവുകയും ചർച്ചകൾ നടക്കുകയും ആഘോഷരാവുകൾ തന്നെ പലരും പ്ലാൻ ചെയ്യുകയും, ചിലർ DJ പാർട്ടി വെച്ചു, ചിലർ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വലിയ തോതിൽ ചെയ്തപ്പോൾ ഇതെല്ലാത്തിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം ഗവർണറായിരുന്ന 2 സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം നന്നായി വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അവസാനം ഒരു വിശകലനത്തിൽ വരുന്നത്. അത് ഇനിയും വരുന്ന ദിവസങ്ങളാണ് കൂടുതൽ, കാരണം ഇത് രഹസ്യ വോട്ടാണല്ലോ. അപ്പോൾ ആർക്ക് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റില്ല. എന്നാലും ജാർഖണ്ഡിൽ അദ്ദേഹം ഗവർണറായിരുന്നു, അവിടുത്തെ MLA മാരുമായിട്ടൊക്കെ നല്ല കണക്ഷനായിരുന്നു. മഹാരാഷ്ട്രയിൽ MLA ആയിരുന്നു, അവിടെയും നല്ല ബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ബന്ധമുള്ളത് കൊണ്ട് MP മാരുടെയും MLA മാരുടെയൊക്കെ വോട്ടൊക്കെ എത്ര കണ്ട് കിട്ടി എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും രാധാകൃഷ്ണൻ ജയിച്ചു. അദ്ദേഹം ജയിച്ച് വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ ധൻഖർ മാറി. പുതിയ രാധാകൃഷ്ണൻ വരുമ്പോൾ അദ്ദേഹം സംഘപ്രവർത്തകനാണ്, തമിഴ്നാടുകാരനാണ്. DMKയുടെ ഭാഗമായി കോയമ്പത്തൂരിൽ നിന്ന് MP ആയിട്ടുണ്ട്, DMK മുന്നണിയുമായി ചേർന്നത് MP ആയിട്ടുണ്ട്. സാത്വികനായ ഒരു സംഘപ്രവർത്തകനായിട്ടാണ് അവരുടെ ആളുകൾ കാണുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ച് എങ്ങനെ എന്നുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ടൊക്കെ വരേണ്ടതാണ്. പ്രസിഡന്റ് ഇനി ഭാവിയിൽ വളരെ വലിയ വയസ്സില്ലാത്തതുകൊണ്ട് ഭാവിയിൽ പ്രസിഡന്റ് ആകുമോ? അങ്ങനെ എന്തായാലും വീണ്ടും ഒരു സംഘപ്രവർത്തകൻ അല്ലെങ്കിൽ RSSൽ നിന്നൊരാൾ, BJPയിൽ വളർന്നു വന്നൊരാൾ വീണ്ടും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്നു. 100% രാഷ്ട്രീയമായ ഒരാളിനെ വേണം എന്നുള്ളതിൻ്റെ ഒരു നിശ്ചാശക്തി കൂടെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഓടി നടന്ന് കല്യാണത്തിനുള്ള എല്ലാവരെയും വിളിച്ച് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്ത ഇന്ത്യ മുന്നണിക്ക് റിസൾട്ട് വന്നപ്പോൾ വലിയ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ ഞെട്ടലിലാണ്. ഈ ഞെട്ടലിൽ നിന്ന് അവർ ഉണരുന്നത് എന്നാണ്. ഉണരുമ്പോൾ അടുത്ത ഞെട്ടൽ വരും. കാരണം ഇന്ത്യ മുന്നണി ഒരു പരസ്പര വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു മുന്നണിയാണ്. അതുകൊണ്ട് അതിനൊരു ഐക്യരൂപം ഉണ്ടാക്കിയെടുക്കുക വളരെ പ്രയാസമാണ്.